ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നമ്മൾ ആദ്യകാലം മുതലേ LGS പരിശീലനത്തിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പുതിയ ചാനലിലും ഭൂരിഭാഗം സബ്സ്ക്രൈബേഴ്സും LGS പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ LGSൻ്റെ ഓരോ അപ്ഡേറ്റും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ 4 ജില്ലകളിലാണ് ഇപ്പോൾ പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കെല്ലാം ഒരു കൺഫ്യൂഷനുണ്ട്. ഒന്നാം ഘട്ടത്തിലെ ജില്ലകളിലെല്ലാം മെസ്സേജ് വന്നോ, അതോ ചില ജില്ലകളിൽ മെസ്സേജ് വന്നോ, ഇങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷനുണ്ട്. ഒരിക്കലും ഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി പരീക്ഷ നടത്തിയെങ്കിലും നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിക്കുക ജില്ലാ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഓരോ ജില്ലയിലെയും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി കണക്കാക്കിയിട്ട് അതിന് ആനുപാതികമായ ആൾക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തക്ക വിധത്തിൽ കട്ട് ഓഫ് നിർണയിച്ച് ഒരു പക്ഷേ അവരിൽ നിന്ന് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആവാം ഇപ്പോൾ PSC പ്രൊഫൈലിൽ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ പരീക്ഷ എഴുതിയ കണ്ണൂർ, മലപ്പുറം, ഇടുക്കി ജില്ലക്കാർക്ക് മെസ്സേജ് വന്നു. പത്തനംതിട്ടയ്ക്ക് മെസ്സേജ് വന്നതായിട്ട് ഇതുവരെ അറിവില്ല. ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുദ്യോഗാർത്ഥികളുടെ അറിവിലേക്കാണ്. പിന്നെ അവസാന ഘട്ട പരീക്ഷ നടന്നതിൽ എറണാകുളം ജില്ലക്കാർക്കും പ്രൊഫൈലിൽ മെസ്സേജ് വന്നു തുടങ്ങി. ഇനി കട്ട് ഓഫിനെ കുറിച്ച് ക്ലിയർ ഇമേജ് ഇപ്പോഴും എങ്ങും കിട്ടിയിട്ടില്ല. എനിക്ക് ഇപ്പോൾ LDCയുടെ ഒരു പെയ്ഡ് ബാച്ച് ഉള്ളതുപോലെ നേരത്തെ LGSന് നമുക്ക് പെയ്ഡ് ബാച്ച് ഉണ്ടായിരുന്നു. കുറേയേറെ ഉദ്യോഗാർത്ഥികൾ അതിൽ നിന്നും പരീക്ഷ എഴുതി. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇന്നലെ ഒരു 7-8 മെസ്സേജ് എനിക്ക് വന്നു. പ്രൊഫൈലിൽ മെസ്സേജ് വന്നതായിട്ട്, അതായത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വന്നതായിട്ട്. അതിൽ OBCയിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് 64 വന്നിരിക്കുന്നത്. OBC കാറ്റഗറിയിൽ 64. ഓപ്പൺ മെറിറ്റിൽ മെസ്സേജ് അയച്ച ആളിന് 69 പിന്നെ ഇടുക്കി, മലപ്പുറം ഇതിൽ രണ്ടിലും മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് വന്നതിൽ ഇടുക്കി ജില്ലയിൽ 62 വരെ പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ക്ലാരിഫിക്കേഷൻ എനിക്കായിട്ടില്ല, കാരണം 69ൻ്റെ ഒരാളാണ് കട്ട് ഓഫ് ഇതുവരെ, എന്നുവെച്ചാൽ മാർക്ക് ഇത്ര ആയിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കട്ട് ഓഫിനെ കുറിച്ചൊന്നും ഇപ്പോഴും പ്രവചിക്കാൻ പറ്റില്ല എന്ന് കരുതി മറ്റ് ജില്ലക്കാർക്കും ഇന്നും നാളെയും അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പ്രൊഫൈലിൽ മെസ്സേജ് വരും. ഓരോ ജില്ലാ അടിസ്ഥാനത്തിലാണ് ഇത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ പരീക്ഷ നടന്നതിൻ്റെ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലോ പരീക്ഷ നടന്ന ഘട്ടത്തിൻ്റെ സ്റ്റേജിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല. അതുകൊണ്ട് പത്തനംതിട്ടക്കാർക്ക് പ്രൊഫൈൽ വന്നില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട. അതുപോലെ കൊല്ലത്തുനിന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. ഒന്നാം ഘട്ടത്തിൽ പരീക്ഷ നടന്ന അവർക്കിതുവരെ മെസ്സേജ് വന്നില്ല. അപ്പോൾ പരീക്ഷ ഏത് ഘട്ടത്തിൽ എഴുതിയെന്നതിനെ അടിസ്ഥാനമാക്കിയല്ല ഇപ്പോൾ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ജില്ലയെ അടിസ്ഥാനമാക്കിയാണ്. നിലവിൽ കണ്ണൂർ, മലപ്പുറം, ഇടുക്കി, എറണാകുളം 4 ജില്ലക്കാർക്കാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഈ ഒരാഴ്ച തന്നെ ബാക്കിയുള്ള ജില്ലക്കാർക്കും LDCയുടെ രീതി അനുസരിച്ചാണെങ്കിൽ മെസ്സേജ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.